ചോറാണ് നമ്മുടെ സംഭവം. അത് കൊടുക്കുക എന്നുള്ളത്. അപ്പം അത് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ അതിൻ്റെ പോലെ തന്നെ നമുക്ക് ഫ്രൂട്ട്സ്, വെജിറ്റബിൾ, ഇതെല്ലാം നമ്മുടെ ഇതെന്തായാലും ഒരു എല്ലാമുള്ള സമീകൃതമായിട്ടുള്ള ഒരു ആഹാര രീതിയാണ് നമ്മുടെ ഒരു, അതാണ് വേണ്ടത്. വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം കൂടുതൽ എൻകറേജ് ചെയ്യുക. ഈസി ആയിട്ട് കിട്ടുന്ന റെഡിമെയ്ഡ് ആയിട്ടുള്ള സാധനങ്ങളിലോട്ട് അധികം പോകാതിരിക്കുക. ശരി, വൺസിന് വല്ലപ്പോഴും ഒരിക്കൽ പോയി ചെയ്തു, അതുകൊണ്ട് കുഴപ്പമില്ല. ചോറാണ് നമ്മുടെ മെയിൻ സാധനം, അല്ലെങ്കിൽ ദോശ, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് കൊടുക്കുന്നത് ഈ കാർബായിരിക്കും. അപ്പം ഈ ചോറ് അല്ലെങ്കിൽ വീറ്റ് ഇങ്ങനത്തെ സാധനങ്ങൾ കൊടുക്കുന്നതിൻ്റെ അളവ് കുറച്ചിട്ട് ഈ പറഞ്ഞ നമ്മൾ ഫ്രൂട്ട്സ് ആണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും അതൊരു സ്നാക്കായിട്ടാണ് ഇപ്പം എല്ലാവരും ചെയ്തത്. അപ്പം വല്ലപ്പാ ഒരു ആപ്പിൾ വെച്ച് വൈകുന്നേരം ഒരു ആപ്പിൾ, അല്ലെങ്കിൽ വൈകുന്നേരം ഒരു ഓറഞ്ച്, ഇത് കഴിപ്പിക്കുക എന്നുള്ളത്. അപ്പം ഫുഡിൻ്റെ കൂടെ ഇത് പോർഷൻസ് ആണ്. അപ്പം പോർഷൻസിൽ ഇപ്പോൾ കുറച്ച് കാർബോഹൈഡ്രേറ്റ്സ്, പിന്നെ കുറച്ച് വെജിറ്റബിൾസ്. അപ്പോൾ ഒരു 2 പോർഷൻ വെജിറ്റബിൾ കുഴപ്പമില്ല. ചോറ് കഴിക്കുന്നതുകൊണ്ട് അപ്പം ഇത് രണ്ടും കൂടി ഉണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താണ്, അതും കൂടിയും നമ്മുടെ വയറ് ഫില്ല് ചെയ്യാണ്. അപ്പം അതിനെന്താ വെച്ചാൽ അതിൽ ഫൈബർ കണ്ടന്റും ഇതൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് വയറ് നിറയണ പോലെ തോന്നുകയും ചെയ്യും.